Hello friends, welcome back to another video. You are watching K4Tech. So, our channel ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അവേ പ്ലെയറിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 ആരെങ്കിലും കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇവിടെ ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണുക. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവേ പ്ലെയറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. പാർട്ടിക്കിൾസ് ഇങ്ങനെ സിക്സാക്ക് രീതിയിൽ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷ്വലൈസർ എടുക്കുക. അതിൽ ഈ നമ്മൾ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പെൻസിൽ ഐക്കൺ എടുക്കുക. പെൻസിൽ ഐക്കൺ അവിടെ ഉള്ളതെല്ലാം അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു പുതിയൊരു ഇത് എടുക്കുക. എന്നിട്ട് ഒരു ഇമേജ് സെറ്റ് ചെയ്യുക. ഇമേജ് സെറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഓഡിയോ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന ഒരു ലെയർ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ജനറൽ എന്ന് പറഞ്ഞാൽ അതല്ല സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ഇവിടെ സാമ്പിൾ ഔട്ട് കൗണ്ട് എന്ന് പറയുന്നുണ്ട്, അത് 65 ആക്കി ഇടുക. എന്നിട്ട് 65 ഇട്ട് കിടക്കുക. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ അടുത്തത് നമ്മൾ സ്മൂത്ത് എന്ന് പറയുന്നുണ്ട്, അത് നമ്മൾ ഇത് ഫുള്ളാക്കി ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് സ്പെക്ട്രം HZ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോവർ HZ എന്നുള്ളത് അത് നമ്മൾ ഇവിടുന്ന് ഫുൾ 0 ആക്കി ഇട്ടേക്കുക. ഈ എഡിറ്റ് ചെയ്ത് ഇവിടുന്ന് ടൈപ്പ് എഡിറ്റ് ചെയ്ത് ഫുൾ 0 ആക്കുക, അല്ലാതെ അവിടെ 0 ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് നമ്മളിവിടെ പിന്നെ ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തിടുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു അലൻ വോൾക്കറിൻ്റെ ഒരു ഇമേജ് എടുത്തിടുകയാണ്. എന്നിട്ട് ഇനി നമ്മൾ അടുത്തതെന്ന് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ തന്നെ പെൻസിലേക്കാണ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ചെയ്യുക. എന്നിട്ട് ഒരു പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുക. പാർട്ടിക്കിൾസിന് ലെയർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലെയർ എടുക്കുക. ലെയർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ എടുക്കുക. അത് സ്കെയിൽ അത് ഫുള്ളാക്കി ഇടുക. പിന്നെ എൻ്റെ ഓവറോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എടുത്തിട്ട് ഇതിൻ്റെ അത് പെർസ്പെക്റ്റീവ് ഡെപ്ത് എന്ന സംഭവമുണ്ട്, അത് നമ്മളൊരു ഏറ്റവും കുറച്ചിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് റെക്ടാങ്കിൾ എന്ന് പറയുന്നുണ്ട്, അതൊരു അത് ഫുള്ളാക്കി ഇടുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പിയറൻസിൻ്റെ അകത്ത് ഒന്നും ചെയ്യേണ്ട. അതിനകത്ത് നമ്മൾ പാർട്ടിക്കിൾസ് സൈസൊക്കെ കുറയ്ക്കുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ലെയർ എടുക്കുക. പിന്നെ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. അതായത് സ്പീഡ് ഒരു 30.00 അതിലാക്കിയിടുക. പിന്നെ സ്പീഡ് റാൻഡം എന്ന് പറഞ്ഞ കിടപ്പുണ്ട് അതിൻ്റെ അടുത്ത്, അത് നമ്മളൊരു 30 തന്നെ ഇട്ടേക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ പാർട്ടിക്കിൾസ് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് ലൈഫ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിലാണ് നമ്മളൊരു 3000 സെറ്റ് ചെയ്യുക. 4.555 സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വേവ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ അതിൻ്റെ സിക്സാക്ക് രീതിയിലാക്കേണ്ടത്. അപ്പോൾ സൈഡ്സ് ഇൻ വേവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് എടുത്തിട്ട് ഒരു 3000 ആക്കുക. എന്നിട്ട് പിന്നെ അടുത്ത ഓപ്ഷൻ സൈഡ് വേവ് ഫ്രീക്വൻസി റാൻഡം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഓപ്ഷൻ എടുക്കുക. അതൊരു 6000 സെറ്റ് ചെയ്യുക. അതുകൊണ്ട് അടുത്ത് സൈഡ് സീൻസ് വേവ് മഗ് എന്ന് MAG എന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊരു 2.250 കൊടുക്കുക. പിന്നെ അടുത്തത് മഗ് റാൻഡം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുത്തിട്ട് 0.500 ആക്കി ഇടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്ടിക്കിൾസിന് നിങ്ങൾക്ക് അപ്പോഴത്തേക്കും അത് സൈഡ് ചെയ്താവും. പിന്നെ അതിൻ്റെ നിങ്ങളുടെ സ്കെയിൽ, ഞാൻ മുമ്പ് സ്കെയിൽ കുറച്ചായിരുന്നു, ഇതിൻ്റെ അകത്ത് കുറച്ച് തെറ്റ് പറ്റിയത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തായിരുന്നു ആ വീഡിയോ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ സ്കെയിൽ നമ്മൾ കൂട്ടിയിടുമ്പോഴത്തേക്കും ആ പാർട്ടിക്കിൾസ് എല്ലാം സ്ക്രീനിൽ വലുതായിട്ട് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ അകത്ത് അതിൻ്റെ
അതിൻ്റെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പിയറൻസ് മാറ്റണം. അപ്പിയറൻസിൽ ഇമേജ് മാറ്റി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മേലോട്ട് ആംഗിൾസ് മാറ്റണമെങ്കിൽ വെക്ടർ ആംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ അങ്ങോട്ട് ഒരു 270 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകും. ഞങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.